ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞു കരഞ്ഞു മടുത്തു. എത്ര ദിവസം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരയും? ഞാനൊരു മനുഷ്യനല്ലേ. ഞാൻ അഡ്മിഷൻ എടുക്കാൻ പോയ സമയത്ത് വരെ എനിക്ക് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയും കടന്നു പോകാൻ പാടില്ലാത്ത അവസ്ഥകളിലൂടെയാണ് കടന്നുപോയത്. നമുക്ക് ജീവന് വരെ ഭീഷണിയാവുന്ന രീതിയിലാണ് പലരുടെയും പെരുമാറ്റം. ദേഹോപദ്രവത്തെക്കാൾ മുറിവേൽപ്പിക്കുന്ന രീതിയിലാണ് അവർ എന്നെ വെർബൽ അബ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ രീതിയിൽ? എനിക്ക് പറയുന്നതിനൊക്കെ ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട്. ഈ ഓപ്പൺ സ്പേസിൽ വന്നിട്ട് നമ്മൾ ഈ ലാർജ് ഇൻഡസ്റ്റൈനിൽ നിന്ന് കട്ട് ചെയ്തിട്ട് സർജറി ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ വെജൈനോപ്ലാസ്റ്റി സർജറിയിലൂടെ കടന്നു പോയിട്ട് സ്ത്രീയായി മാറിയ വ്യക്തി ആയതുകൊണ്ട് എന്തുകൊണ്ട് കേരളത്തിലുള്ള കുട്ടികൾ മഹാരാജാസ് പോലുള്ള കോളേജ് ഓപ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അതൊരു സേഫ് സ്പേസ് ആണ്. ഞാൻ രഞ്ജു രഞ്ജിമാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മകളാണ്. ആ വ്യക്തിയുടെ മറ്റൊരു മകളാണ് ദയാഗായത്രി. അപ്പൊ എന്റെ കൂടെ താമസിക്കുന്ന ദയാഗായത്രിയാണ്. ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾക്കും ഈ പറഞ്ഞ പോലെ നിങ്ങളെപ്പോൾ നോക്കിയാൽ നിങ്ങൾ അവിടെ പാലത്തിന്റെ ഇടയിൽ നിൽക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അല്ലെങ്കിൽ നിങ്ങൾ ബെഗ് ചെയ്യുന്ന ആൾക്കാരാണ്. ട്രെയിനിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ട്രെയിനിൽ ബെഗ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളുടെ കണ്ണീരിനോ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കോ നമ്മൾ നേരിടുന്ന ഡിസ്ക്രിമിനേഷനോ ഒരു വാലിഡിറ്റി നൽകാത്ത രീതിയിലായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുക. കളിയാക്കും. ഓഫ് കോഴ്സ് എല്ലാവരും നിന്ന് പരിഹസിച്ചാൽ നീയൊക്കെ കിടന്ന് കളിക്ക്, നീയൊക്കെ കിടന്ന് കാര്യം എത്രയൊക്കെ മീഡിയയിൽ വന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ തീരുമാനിക്കണം നീ ഇവിടെ പഠിക്കണോ വേണ്ടയോ, നീ ഇവിടെ എക്സിസ്റ്റ് ചെയ്യണോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടാണ്ട് എത്ര കാലം നീ കിടന്ന് ആക്ടിവിസം കാണിക്കും. ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ്ജെൻഡർ വുമൺ ബെസ്റ്റ് ആക്ട്രസ് ആവുന്നത്. പൊരുതി നേടിയ ഒരു വിജയം തന്നെ പറയാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു കാറ്റഗറി, സ്പെഷ്യൽ കാറ്റഗറി തന്നിട്ട് അതിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് നേടി അങ്ങനത്തേതല്ല. നമ്മളെല്ലാവരുടെയും കൂടെ ഒപ്പം മത്സരിച്ച് നമ്മുടെ കഴിവ് കൊണ്ട് നേടിയെടുത്ത വിജയമാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷത്തിലൂടെയാണ് ഹെയ്തി സാദിയെ കടന്നു പോകുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ വിഷമങ്ങളുണ്ട്. അതെന്താന്ന് ഹെയ്തി സാദിയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഹെയ്തി, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഇപ്പോൾ വളരെ സന്തോഷം നിറഞ്ഞൊരു അവസ്ഥയിലാണ്. കാരണം ഈ പ്രാവശ്യത്തെ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ബെസ്റ്റ് ആക്ട്രസ്സായി. അതും ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ്ജെൻഡർ വുമൺ ബെസ്റ്റ് ആക്ട്രസ് ആവുന്നത്. എങ്ങനെയാണ് ഈ ഒരു സന്തോഷത്തെ നോക്കി കാണുന്നത്? വളരെ പൊരുതി നേടിയ ഒരു വിജയം തന്നെ പറയാം. കാരണം നമ്മള് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തി, ഒരു സാധാരണ ഒരു പുരുഷനും സ്ത്രീക്കും കിട്ടുന്ന പോലത്തെ ഒരു അച്ചീവ്മെന്റ് പോലെയല്ല ഒരു ട്രാൻസ് വ്യക്തി ഒരു കാര്യം നേടിയെടുക്കുമ്പോൾ അത് ജനറൽ കാറ്റഗറിയിൽ മത്സരിച്ചിട്ട് കിട്ടുക എന്ന് വെച്ചാൽ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം 171 അഭിനേതാക്കൾ, അതായത് മൊത്തം 19 നാടകങ്ങൾ. ഈ 19 നാടകത്തില് ഓരോ നാടകത്തിലും 9 ആർട്ടിസ്റ്റ് വെച്ചിട്ടുണ്ട്. അതില് 171 പേരില് ബെസ്റ്റായി തെരഞ്ഞെടുക്കപ്പെട്ട 4 പേരിൽ ഒരാളാവുക. അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു നാടകം ആ ഒരു യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു നാടകം കൊണ്ടുപോകുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഈ ഫണ്ടാണെങ്കിലും ഒക്കെ നമ്മുടെ യൂണിയനിലുള്ള ആൾക്കാർ വളരെ കഷ്ടപ്പെട്ട് അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് നാടകം പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളവിടെ തന്നെ മാഷന്മാർ സംവിധാനം ചെയ്തിട്ടൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഐറ്റം ആയിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അതിൽ നമുക്ക് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി നമ്മൾ പെർഫോമൻസ് കൊണ്ട് കിട്ടിയത്. അപ്പം മെറിറ്റിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആണ്. നമ്മൾ അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാറ്റഗറി, സ്പെഷ്യൽ കാറ്റഗറി തന്നിട്ട് അതിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് നേടി അങ്ങനത്തേതല്ല. നമ്മളെല്ലാവരുടെയും കൂടെ ഒപ്പം മത്സരിച്ച് നമ്മുടെ കഴിവ് കൊണ്ട് നേടിയെടുത്ത വിജയമാണ്. അപ്പം അതിന് വലിയൊരു എന്താ പറയുക, ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് തന്നെ എനിക്കുള്ളത്. അതുപോലെ തന്നെ അത് ഞാൻ നേടുന്ന സമയത്ത് ഞാൻ കടന്നു വരുന്ന മാനസികാവസ്ഥ ഭയങ്കര ഹൊറിബിൾ ആയിരുന്നു. കാരണം ഒരിക്കലും ഒരു വിദ്യാർത്ഥിയും കടന്നു പോകാൻ പാടില്ലാത്ത അവസ്ഥകളിലൂടെയാണ് കടന്നുപോയത്. ആൻഡ് അത് ഒറ്റയ്ക്ക് തരണം ചെയ്യേണ്ട ഗതികേട് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒരു ട്രാൻസ് വുമൺ ആയതുകൊണ്ട് മാത്രമാണ്. എസ്പെഷ്യലി ട്രാൻസ്സെക്ഷൽ പേഴ്സൺ ആയതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇതിനെയൊക്കെ ടോളറേറ്റ് ചെയ്യേണ്ട ഗതികേട് വന്നു എന്നുള്ളത്. ഇപ്പം എൻ്റെ സ്ഥാനത്ത് വേറൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, ഒരു സിസ് ഹെട്രോ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഇങ്ങനെ ഒറ്റയ്ക്ക് സഫർ ചെയ്യേണ്ട ആവശ്യം വരില്ല. അവരെ സപ്പോർട്ടിനായിട്ടൊരു ബാക്ക് സിസ്റ്റം ഉണ്ടാകും. ഒരു ബേസിക് ആയിട്ട് അവർക്കൊരു ഫാമിലി ആക്സെപ്റ്റൻസും ഫാമിലിയും ഉണ്ടാവും. ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിലും കൂടെ പഠിക്കുന്നവരാണെങ്കിലും അവരെ ചേർത്ത് പിടിക്കാൻ ഒരു മടി ഉണ്ടാവില്ല. നമ്മൾ നേരിടുന്ന സമയത്ത് സ്റ്റിഗ്മറ്റൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ, അത് ഗതികെട്ടൊരവസ്ഥയാണ്. ഭയങ്കര ഒരു ഒറ്റപ്പെട്ടു പോകുന്നൊരു, ശരിക്കും ഒറ്റപ്പെടുകയാണ്. നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂമിനകത്ത് 8 പേരുണ്ടെങ്കിൽ ആ 8 പേരിൽ മെജോറിറ്റി നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ
നമ്മൾ ശരിക്കും അവിടെ ഒറ്റപ്പെടുകയാണ്. പിന്നെ ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ്. ഒരുപക്ഷെ ഒരു ഗ്രൂപ്പാണ്, ഒരു മെജോറിറ്റി അവരുടെ കൂടെയുള്ളത്. അവർക്ക് നമ്മളോട് എഗെയിൻസ്റ്റ് ആണ്, നമ്മൾക്ക് എഗെയിൻസ്റ്റ് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട് വെച്ചാൽ അവർക്ക് സോളിഡാരിറ്റി കൊടുക്കാൻ ഒത്തിരി പേരുണ്ട്. പിന്നെ എല്ലാത്തിലും ഉപരി അവരൊരു ഹെട്രോ മനുഷ്യന്മാരാണ്, ഒരു ബൈനറിക്ക് അകത്ത് നിൽക്കുന്നവരാണ്. അവരെ പൊതുസമൂഹം എപ്പോഴും അവരുടെ കൂടെ നിൽക്കുള്ളൂ. നമ്മളുടെ കണ്ണീരിനോ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കോ നമ്മൾ നേരിടുന്ന ഡിസ്ക്രിമിനേഷനോ ഒരു വാലിഡിറ്റി നൽകാത്ത രീതിയിലായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പം ചിലപ്പോൾ അവരെല്ലാവരും കൂടി ഗൂഢാലോചന നടത്തി നമ്മളെവിടുന്ന് ആട്ടി ഓടിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ നമുക്ക് എഗെയിൻസ്റ്റ് ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവർ ഗ്രൂപ്പ് അറ്റാക്ക് നടത്തുമ്പോൾ നമ്മൾ ഈ അത്രയും ആൾക്കാരുടെ മുന്നിൽ നമ്മളെ ജസ്റ്റിഫൈ ചെയ്ത് നമ്മൾക്ക് ജസ്റ്റിസ് നേടിക്കൊടുക്കാൻ ഒറ്റക്ക് ഫൈറ്റ് ചെയ്യണം. അപ്പം ആ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് പോകാനുള്ളൊരു മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നമ്മൾ നേടിയെടുക്കണം. അതിനുള്ളൊരു എനർജി അത് നമ്മൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് നേടണം. വീട്ടിൽ അക്സെപ്റ്റൻസ് ഇല്ലാത്ത, നമ്മളെ ചേർത്ത് പിടിക്കാൻ ആൾക്കാരില്ലാത്ത, വീക്കെൻഡ്സ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികൾ വീട്ടിൽ പോയി അവരച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാരുടെ കൂടെ ഹാപ്പി ആയിട്ട് സമയം ചിലവഴിക്കുമ്പോൾ എന്നെ പോലെയുള്ള ട്രാൻസെക്ഷൽ ആയിട്ടുള്ള മനുഷ്യന്മാരും വരുന്നത് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇടങ്ങളിലേക്കായിരിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഡിസ്ക്രിമിനേഷനും ഓപ്പറേഷനും നേരിട്ടുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡർ മനുഷ്യന്മാരുടെ കൂടെയാണ് നമ്മൾക്ക് ഒരു അഭയം അല്ലെങ്കിൽ നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരാനുള്ളത്. അപ്പം അതിൻ്റെ പേരിൽ നിരവധി കളിയാക്കലുകളുണ്ട്. പക്ഷെ നമുക്ക് അഭയമായി തീരുന്നത് നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത് വലിയൊരു ക്രൈസിസാണ്. ഇത് എന്ന് മാറും എന്നുള്ളത് അറിയില്ല. കാരണം 2018 ആദ്യമായിട്ട് കേരളത്തിൽ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നത്. അന്ന് കോളേജുകളിലൊക്കെ അഡ്മിഷൻ എടുക്കുന്നത്. അന്ന് അവിടുന്ന് ഇത്രയും എത്തുമ്പോഴത്തേനും 2025 ആകുമ്പോഴത്തേനും ഗ്രാഫ് ഭയങ്കര താഴോട്ട് പോകുന്നു. അതും നമ്മൾ പഠിക്കാൻ ആഗ്രഹിച്ച് ചെല്ലുന്ന സബ്ജക്റ്റ് ഇതൊക്കെ സബ്ജക്റ്റ് ഇതൊക്കെ പഠിപ്പിക്കുന്ന ഇടമാകുമ്പോൾ അതും ഭയങ്കര ഒരു ആശങ്കയാണ്. മെയിനായിട്ടും വരുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഹേതി പറഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുകൾ അവിടെ നിന്ന് നേരിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടായിരുന്നു നേരിട്ടത്? നമുക്ക് പ്രോപ്പറായിട്ടൊരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഹോസ്റ്റലിൽ പറഞ്ഞ പോലെ കോമൺ ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ലാർജ് ഇൻഡസ്റ്റൈനിൽ നിന്ന് കട്ട് ചെയ്തിട്ട് സർജറി ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ വെജൈനോപ്ലാസ്റ്റി സർജറിയിലൂടെ കടന്നു പോയിട്ട് സ്ത്രീയായി മാറിയ വ്യക്തി ആയതുകൊണ്ട് കോമൺ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഇൻഫെക്ഷനൊക്കെ നമുക്കത് ബാധിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത് യൂറിൻ ഇൻഫെക്ഷൻ വരും, അത് മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകും, വജൈനൽ ഹോൾ അടയുന്നു. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബേസിക്കായിട്ടൊരു സ്പേസ് നമുക്ക് ബേസിക്കായിട്ട് ഒന്ന് വാഷ്റൂമിൽ പോകാനും പ്രോപ്പറായിട്ട് നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തയിടത്ത് നമ്മൾ നിൽക്കുമ്പോൾ അതിനുവേണ്ടി ആദ്യം ഫൈറ്റ് ചെയ്യണം. ആ ഫൈറ്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേരുടെ മുഖം മാറുന്നത് കാണണം. അപ്പം ഇവിടെ കോളേജിൽ തന്നെ കാണണം അവിടെ. അപ്പം ഇത് നിരന്തരം നമ്മളിങ്ങനെ ചോദിച്ച് അവകാശങ്ങൾ വാങ്ങുമ്പോൾ നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ? ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കണ്ടേ? നമ്മളെപ്പോൾ നോക്കിയാലും അപ്പം നമ്മൾ പ്രശ്നക്കാരാവും. ഇവർക്ക് എത്ര ഇതാക്കിയാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ബേസിക്കായിട്ട് സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചോദിച്ച് മേടിക്കുന്നത്. എല്ലാവർക്കും ഇരിക്കാൻ സ്പേസ് ഉണ്ട്, ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു സ്പേസ്, ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ ഒരു സ്പേസ് തരൂ, നിങ്ങൾ ഞങ്ങളെ ചേർക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു പോളിസി ഇല്ല. ട്രാൻസ്ജെൻഡർ മനുഷ്യന്മാരെ അഡ്മിറ്റ് ചെയ്യുന്ന ഇടങ്ങളിൽ അവർക്ക് കൃത്യമായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പോളിസിയെങ്കിലും വേണം. ആ പോളിസി പോലും ഇല്ലാത്തടത്ത് നമ്മൾ ഫൈറ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ചോദിക്കും. ഒരു വാഷ്റൂം അല്ലെങ്കിൽ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇരന്ന് വാങ്ങണം. ഇത് അവകാശങ്ങൾ ചോദിച്ച് മേടിക്കുമ്പോൾ പിന്നെയും നമ്മൾ അപ്പോൾ ഇതില്ലാണ്ടാകുമ്പോൾ ഇതിൻ്റെ കീ വാങ്ങാൻ വേണ്ടി ഇനി കുറേ 100 പേരുടെ മുഖം കാണണം, അവരുടെ മുഖം ചുളിക്കുന്ന അവരുടെ എക്സ്പ്രഷൻ. ഓരോ ദിവസവും ഒരു ട്രാൻസ്ജെൻഡർ മനുഷ്യന് കടന്നു പോകുന്നത്. ട്രാൻസ്ജെൻഡർ എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ അതിൽ ട്രാൻസ്സെക്ഷലിനെയാണ് ഞാൻ ആംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം പല രീതിയിലുള്ള മനുഷ്യന്മാരുണ്ട്, പലരും പല രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നവരുണ്ട്. എനിക്ക് സോളിഡാരിറ്റി കൂടുതൽ കൊടുക്കാനും ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ ഒരു പക്ഷേ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ട്രാൻസ്സെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം അവർ സർജറികൾ നടത്തുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ ബൈനറിയിൽ നിന്നും മാറി അവർക്ക് ഒരു നോൺ ബൈനറിയിലേക്ക് ജീവിതത്തെ കൊണ്ടുവന്ന് അതിന് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു പക്ഷേ എനിക്കിപ്പോൾ ഒരിക്കലും ഇപ്പോൾ വീട്ടിൽ പാൻറ്റും ഷർട്ടും എൻ്റെ മുടി കെട്ടി വെച്ച് എൻ്റെ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്ത് പാൻറ്റും ഷർട്ടും ഇട്ടിട്ട് ഒരാണായിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ പോകാനുള്ള ഒരു ഏജൻസി ഇല്ല. അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉള്ള ആൾക്കാർ പിന്നെ വീട്ടിലാണായി പോകുന്നു, തിരിച്ചു വന്ന് വേറൊരു കമ്മ്യൂണിറ്റിയുടെ എന്തെങ്കിലും എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് അവൈൽ ചെയ്തിട്ട് ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ സാരി എടുത്ത് നടക്കുക. രണ്ടിടത്ത് രണ്ട് ഐഡന്റിറ്റി നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്കില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ എനിക്ക് ആംപ്ലിഫൈ ചെയ്യാൻ ആഗ്രഹമുള്ളത് ട്രാൻസ്സെക്ഷൽ ആയിട്ടുള്ള മനുഷ്യന്മാരുടെ കാര്യം. ഓഫ് കോഴ്സ് ട്രാൻസ്സെക്ഷൽ പേഴ്സൺസിന്റെ, അത് ട്രാൻസ്മാനും ട്രാൻസ് വുമണും അടങ്ങുന്ന ട്രാൻസ്സെക്ഷലാണ് ഞാൻ കൂടുതൽ ആംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത്.
ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ആണ് ശരിക്കും സഫർ ചെയ്യുന്നത്. നമുക്ക് വീട്ടിലൊരു ഐഡൻറ്റിറ്റി, നാട്ടിലൊരു ഐഡൻറ്റിറ്റി, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ചെറിയ പ്രായം തൊട്ട് കം ഔട്ടായ നിമിഷം മുതൽ നമുക്ക് നഷ്ടങ്ങളാണ്. ഇപ്പോൾ വീട്ടിൽ അക്സെപ്റ്റ്, ഇപ്പം ഞാനൊരു ആൺകുട്ടിയായിട്ട് ഫേക്ക് ഐഡൻറ്റിറ്റിയിൽ നിന്നിരുന്നു വെച്ചാൽ എനിക്ക് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാകും. എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരെ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, എന്നേക്കുമായിട്ടുള്ള നഷ്ടങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതുവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരെല്ലാവരും നഷ്ടപ്പെട്ടു. കൂടെയുള്ളത് സ്ട്രഗിൾ ചെയ്യുന്ന ജീവിതത്തിൽ കൂടെയുള്ളത് എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് ട്രാൻസ് മനുഷ്യന്മാരാണ്, പിന്നെ കുറച്ച് അലൈസ് ആയിട്ടുള്ള ആൾക്കാരും. അല്ലാണ്ട് ആരെ വിശ്വസിക്കണം, ആരുടെ കൂടെ ചേർന്ന് നിൽക്കണം എന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂഷനാണ്. അപ്പം ഞങ്ങൾ ഓരോ ദിവസം കടന്നു പോകുന്നത് വലിയൊരു അതിജീവനത്തിലൂടെയാണ്. അപ്പം ഇത് മനസ്സിലാക്കാതെ നമ്മളെ ടോർച്ചർ ചെയ്യാനും നമ്മളെ കീഴാളറാക്കിയിട്ട് ആട്ടിയകറ്റാൻ ശ്രമിക്കുന്ന ഒരു മേലാള വർഗം ഉണ്ട്. അത് മാറി ഇക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നിടത്താണ് നമുക്കൊക്കെ ഒരു അതിജീവനം ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ വളരെ എക്സ്പെക്റ്റേഷൻസോട് കൂടി ഒരു ജോലി, മാന്യമായൊരു ജോലി, ഇപ്പം സൊസൈറ്റി കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ള മാന്യമായിട്ടുള്ള ഒരു ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ള അത്യാഗ്രഹത്തിൻ്റെ പുറത്ത് ട്രാൻസ്ജെൻഡർ മനുഷ്യന്മാർ അതൊക്കെ ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹമാണെന്നാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അപ്പോൾ അങ്ങനെയാണ് വെച്ചാൽ ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്കും ഈ പറഞ്ഞ പോലെ നിങ്ങളെപ്പോൾ നോക്കിയാൽ നിങ്ങൾ അവിടെ പാലത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ബെഗ് ചെയ്യുന്ന ആൾക്കാരാണ്, ട്രെയിനിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ട്രെയിനിൽ ബെഗ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെപ്പോൾ ഉള്ളവർ എന്ന് പറയുന്നതിൽ നിന്നും നമ്മൾ ഈക്വലി ടാലൻറ്റഡ് ആണ്, നമുക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്ക് പഠിച്ച് വിജയിക്കണം. അപ്പോൾ ഞങ്ങളിലും അധ്യാപകർ വേണം, അഡ്വക്കേറ്റ്സ് വേണം. ഞാനൊരു ജേർണലിസ്റ്റാണ്, കേരളത്തിൽ നിന്നും ആദ്യമായിട്ടുള്ള ട്രാൻസ്ജെൻഡർ ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റാണ്. അപ്പം എനിക്ക് വരെ ഉള്ള ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ബാക്കി മാർജിനലൈസ്ഡ്, എന്നേലും ഓപ്പറേഷൻസ് നേരിടുന്ന, എന്നേലും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഇന്റർസെക്ഷൻസ് ഉള്ള ഒരു കുട്ടി ചെല്ലുമ്പോൾ ഉള്ള അവസ്ഥ അതെങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടൊരു പോളിസി വേണം, ബേസിക് ആയിട്ട് സെൻസിറ്റൈസേഷൻ വേണം. ഇത് ഡീൽ ചെയ്യുന്ന ആൾക്കാർ കൃത്യമായി അറിഞ്ഞിരിക്കണം ഒരു മനുഷ്യനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. അത് അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. ഇതിപ്പോൾ ഈ കോളേജിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഹേദിയുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? എൻ്റെ ക്ലാസ്സിൽ 8 പേരുണ്ട്. അതിൽ ഹേദി പറയുണ്ടായി 5 പേരാണ് എനിക്കെതിരെ ഈ പ്രക്ഷോഭവും ഈ പരിഹാസവും കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. ഇവർ ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുറേയൊക്കെ എനിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് ഇപ്പം ഞാൻ എന്തുകൊണ്ട് കേരളത്തിലുള്ള കുട്ടികൾ മഹാരാജാസ് പോലുള്ള കോളേജ് ഓപ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അതൊരു സേഫ് സ്പേസ് ആണ്. നമുക്കൊരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളെ ടോർച്ചർ ചെയ്യാതെ തന്നെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. നമ്മൾക്ക് ഒരു പ്രശ്നം നേരിടുമ്പോൾ നമ്മൾ ആദ്യം ഒരു കോളേജ് ആണെങ്കിൽ നമ്മൾ പോയി പ്രിൻസിപ്പാളുടെ അടുത്ത് പോയി പറയുന്നു, പ്രിൻസിപ്പാൾ അവിടെ വിളിച്ച് സംസാരിക്കുന്നു, അത് അവിടെ തീരുന്നു. ഒരു 1-on-1 കോൺവെർസേഷനിൽ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പാളുടെയോ ഡീൻ്റെയോ ഓഫീസിനകത്ത് തീരേണ്ട പ്രശ്നങ്ങൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ട് നമ്മൾ ഗ്രീവിയൻസ് സെല്ലിൽ കംപ്ലയിൻറ്റ് കൊടുക്കണം എന്നാലേ നമുക്ക് നീതി കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ IC-യിൽ കംപ്ലയിൻറ്റ് കൊടുക്കണം എന്നാലേ നീതി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവരുടെ ഈ വിചാരണകൾ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ചാനലിലൂടെ പോകുമ്പോൾ ചെറിയ ഇഷ്യൂവിനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഗ്രഡ്ജസ് വെച്ച് പുലർത്തിക്കൊണ്ട് അവരുടെ ഭാഗം ജസ്റ്റിഫൈ ചെയ്യാൻ നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ തകർക്കാൻ ഭയങ്കരമായിട്ട് ശ്രമിക്കും. സോ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കഴിഞ്ഞെന്നാലും അവിടെ നമ്മളെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു 2 ഹയർ അതോറിറ്റിയിലുള്ള മനുഷ്യരെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതില്ലാത്ത പക്ഷം ഞാൻ അഡ്മിഷൻ എടുക്കാൻ പോയ സമയത്ത് വരെ എനിക്ക് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്ത് രീതിയിൽ? അതായത് കേരളത്തിൽ 2% റിസർവേഷൻ കേരള സ്റ്റേറ്റ് നടപ്പാക്കിയിട്ടുള്ള 2% റിസർവേഷനിലാണ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ പോകുന്ന സമയത്ത് അവിടെ നിന്നുള്ള ഞാൻ ട്രാൻസ്ജെൻഡർ ID കാർഡ് സ്റ്റേറ്റും സെൻട്രലും ഒക്കെ കാണിച്ചിട്ട് അതൊന്നും പോരാ. ഗവൺമെൻറ് ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഹോസ്പിറ്റൽ സർജൻ ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് അപ്രൂവ് ചെയ്ത സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അത് ഗവൺമെന്റ് തന്നെ ഇല്ലാണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഈ മജിസ്ട്രേറ്റ് നൽകുന്ന സർട്ടിഫിക്കറ്റിനെക്കാട്ടിലും വലുതല്ല അത്. അപ്പൊ ഇത് തന്നെ വേണമെന്ന് പണ്ടങ്ങാണ്ട് ബൈലോയിൽ അല്ലെങ്കിൽ പണ്ടങ്ങാണ്ട് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് നമ്മളെ കൊണ്ട് അതന്നെ ഫോക്കസ് ചെയ്ത് നമ്മളെ ടാർഗറ്റ് ചെയ്ത് നമ്മളെ കേൾക്കാൻ പോലും ശ്രമിക്കാണ്ട് നമ്മളെ എടുത്ത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ചെയ്യുമ്പോൾ പിന്നെ ഫൈറ്റ് തുടങ്ങുകയാണ്. ആ പേപ്പറിൽ അതിലുള്ള തെറ്റിനെ തിരുത്താൻ നമ്മൾ മുന്നിട്ടിറങ്ങണം. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് കോളേജിൽ പോയിരിക്കുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് വാഷ്റൂം ഉണ്ട്, നമുക്ക് വാഷ്റൂം യൂസ് ചെയ്യാൻ, അതിന് പോയി ഫൈറ്റ് നടത്തണം. ഹോസ്റ്റലിലില്ല, ഹോസ്റ്റലിലും പോയി ഫൈറ്റ് നടത്തണം.
ഇന്നതിൽ നമുക്ക് ഇങ്ങനെ ഒരു കോളം ഇല്ല, നമുക്കത് വേണം ചോദിച്ച് നിരന്തരം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളെ കാണുന്നത് എപ്പോഴും പ്രശ്നക്കാര് എന്നുള്ള രീതിയിലാണ്. അത് ഭയങ്കര ഒരു എപ്പോഴും നമുക്ക് മടുക്കും. കുറച്ച് നമ്മൾ മനസ്സമാധാനത്തോടുകൂടി പഠിക്കാനാണ് പോകുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പഠിച്ച് ഒരു നല്ല ജോലി കിട്ടി പോകണം. അപ്പം മനസ്സമാധാനം നൽകുക പഠിക്കാൻ വേണ്ടിയിട്ട്. അതില്ലാതിരിക്കുമ്പോൾ നമുക്ക് മടുക്കുമല്ലോ. അപ്പം പഠിത്തം നിർത്തുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതാകും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെയും ഡ്രീം. അവർക്ക് ആഘോഷിക്കാനുള്ള ഒരു പോയിന്റ് എന്താ വെച്ചാൽ നമ്മൾ നിർത്തി പോകണം, നമ്മൾ ഇത് ക്വിറ്റ് ചെയ്യുന്നോ ആ ദിവസം അവർ ആഘോഷിക്കും എന്ന് വെല്ലുവിളിക്കുന്ന ആൾക്കാരാണ്. അപ്പം അംഗീകരിക്കാത്ത സ്ഥലത്ത് നിൽക്കുന്നതിൽ കാര്യമില്ല എന്ന് തോന്നിപ്പോവും ചില സന്ദർഭങ്ങൾ. അതെ അതെ അതെ. പക്ഷെ ഈ ഹയർ അതോറിറ്റി എന്ന് പറഞ്ഞല്ലോ, മേലാളന്മാര് കീഴാളന്മാരെന്ന് പറഞ്ഞ്, അങ്ങനെ ഒരു ഇത് തോന്നാനായിട്ട് എന്താ കാരണം? ആ ട്രീറ്റ് ചെയ്യുന്ന രീതി അങ്ങനെയാണ്. എങ്ങനെ, ഏത് രീതിയിൽ? നമ്മളിപ്പോ ജീവിക്കുന്ന 2025 ആണ് എങ്കിൽ കൂടെ നമ്മൾ കേട്ട് മാത്രം പരിചയിച്ചിട്ടുള്ള പല മാറ്റി നിർത്തലും ഒറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ട്. ഈ മാറ്റി നിർത്തൽ എന്താണെന്ന് കൃത്യമായി ഞാൻ അറിയുന്നത് ഇങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നതിൽ പിന്നെയാണ്. എങ്ങനെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ ജെൻഡറിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന അവസ്ഥ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ സെയിന്റ് ട്രീസാസ് പോലെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോലും ആദ്യമായിട്ട് കേരളത്തിൽ അഡ്മിഷൻ കൊടുക്കുന്നത്, ട്രാൻസ് മനുഷ്യന്മാർക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് കോളേജ് സെയിന്റ് തെരേസാസ് ആണ്, എറണാകുളം സെയിന്റ് തെരേസാസ് വിമൻസ് കോളേജ്. അവിടെ പോലും നമുക്കൊരു ഡിഫറെൻ്റ് ആണെന്നുള്ള ഫീൽ ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാം ഒരു ഈക്വൽ ആണെന്നുള്ള ഫീലാണ്. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നതിന് ശേഷം ഡേ ബൈ ഡേ നമുക്ക് തന്നെ തോന്നിപ്പോയോ നമ്മൾ ഡിഫറെൻ്റ് ആണ്, നമ്മൾ മാർജിനലൈസ്ഡ് ആണ് എന്നുള്ള കാര്യം ഓരോ ദിവസവും ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഓരോരുത്തരുടെയും പെരുമാറ്റം. ഞങ്ങൾ ഓപ്പറേഷൻ നേരിടുന്നവർ തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. ഈ ഓപ്പറേഷൻ നേരിടുന്നവർ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ അത് ഇങ്ങനെ നിരന്തരം ഓപ്പറേഷൻ തന്നുകൊണ്ട് അതിനെ ഓർമ്മിപ്പിക്കുന്നതും നമ്മൾ ചേർത്ത് നിർത്തി അതിനെ മറപ്പിക്കാൻ ശ്രമിക്കുന്നതും, അല്ലെങ്കിൽ നമ്മൾ ഈക്വൽ ആണ് എന്ന് കൂടെ ചേർത്ത് നിർത്തി മനസ്സിലാക്കിപ്പിക്കുന്നതും ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മളെ ഒപ്രസ് ചെയ്തുകൊണ്ടാണ് അവർ നമ്മൾ ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാക്കിപ്പിക്കുന്നത്. മാറ്റി നിർത്തിക്കൊണ്ട്, അകറ്റിക്കൊണ്ട്, സംഘം ചേർന്ന് ആക്രമിച്ചുകൊണ്ട്. ഇത് ചെയ്യുന്ന ഈ സംഘം ചേർന്ന് ആക്രമിക്കുകയും ചെയ്യുന്നതൊക്കെ കുട്ടികളാണോ അതോ ഈ സ്റ്റാഫാണോ, ആരാണത്? എല്ലാ രീതിയിലുള്ള പൊസിഷനിൽ നിൽക്കുന്നവരും ഉണ്ട്. പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡന്റ് ആയിട്ടുള്ളവരും ഉണ്ട്, കോൺട്രാക്ട് സ്റ്റാഫ് ആയിട്ടുള്ളവരും ഉണ്ട്, എല്ലാ രീതിയിലുള്ളവരും ഉണ്ട്. ഇപ്പൊ നമുക്ക് ജീവന് വരെ ഭീഷണിയാവുന്ന രീതിയിലാണ് പലരുടെയും പെരുമാറ്റം. എങ്ങനെയാണ്? ലൈക്ക് ഞാൻ ട്രാൻസ്ജെൻഡർ ആണ്. ഒരു പക്ഷെ അവിടെ വേറെ 3-4 ട്രാൻസ്ജെൻഡേഴ്സ് പഠിക്കുന്നുണ്ടാവും. പക്ഷെ എൻ്റെ ശാരീരികാവസ്ഥയെ പോലത്തെ അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റി പോലത്തെ ജെൻഡർ ഐഡന്റിറ്റി ആവണമെന്നില്ല ഒരു പക്ഷെ അവരുടേത്. അപ്പൊ അവർക്ക് ഒരു പക്ഷെ ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്ന് വെച്ചിട്ട് അവർ നേരിടുന്നത് അവരുടെ പ്രശ്നങ്ങൾ എൻ്റെ പോലത്തതല്ല എന്ന് വെച്ചിട്ട് എൻ്റെ പ്രശ്നങ്ങൾ വാലിഡ് അല്ലാതെ ഇരിക്കുന്നില്ല. അപ്പോൾ ആ വ്യക്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെയാണ്, എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ അറ്റ് ദ സെയിം ടൈം എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഗ്രഡ്ജസ് തീർക്കുക, ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ ഷെയിം ചെയ്യുക, അതൊക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ പോയിട്ട് അതോരോരുത്തരുടെ കരഞ്ഞൊക്കെ പറയണം. നമ്മൾ ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആയതുകൊണ്ട് മാത്രം നീതി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു വാഷ്റൂം കിട്ടാൻ വേണ്ടിയിട്ട് കരഞ്ഞ് ചോദിക്കേണ്ടത് ഭയങ്കര ഗതികെട്ട അവസ്ഥയാണ്. നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മളും ഈ പറഞ്ഞ പോലെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലല്ലോ. ഞങ്ങൾക്കും അത്തരത്തിലുള്ള ഈ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളും നേടാനുള്ള യോഗ്യത ഉള്ള മനുഷ്യന്മാരാണ്. അപ്പം നമ്മളെ മനുഷ്യന്മാരെ കാണുന്നില്ല. ഞങ്ങളെ ഒന്ന് കാണൂ എന്ന് പറയുമ്പോൾ ഇവരുടെ കളിയാക്കലും പരിഹാസവും അധിക്ഷേപവും ഒക്കെ നേരിട്ടുകൊണ്ട് നമ്മൾ പോയി ഇരന്നുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളിവിടെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കുന്നത്. അത് ഭയങ്കര പഠിക്കാൻ പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇത് നേരിടുന്നത്. അല്ലാണ്ട് ഞാൻ വേറൊരാളുടെ അടുത്ത് എന്താ പറയുക, എനിക്ക് അവകാശപ്പെട്ടെടുത്ത് ഞാൻ പോയിരിക്കുകയാണ്. എല്ലാവരെയും പോലെ എനിക്ക് അവകാശപ്പെട്ടൊരിടത്ത് ഞാൻ വിദ്യ അഭ്യസിക്കാൻ പോകുന്നിടത്താണ് എനിക്ക് പ്രശ്നം. അല്ലാതെ ഞാൻ വേറെ വഴിയെ പോകുന്ന ഇടത്ത് നിന്ന് നേരിടുന്ന പ്രശ്നങ്ങളല്ല ഇത്. അപ്പം പ്രോപ്പറായിട്ട് ഉള്ള ഒരു എഡ്യൂക്കേഷൻ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, സെക്സ് എഡ്യൂക്കേഷൻ എസ്പെഷ്യലി അതിൻ്റെയൊക്കെ ഒരു കുറവാണ്. പിന്നെ വിദ്യാഭ്യാസവും വിവരവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഭയങ്കരമാണ്. നമുക്ക് ഈ നിയമവും കാര്യങ്ങളൊക്കെ നമുക്ക് പോരാടി നേടിയെടുക്കാൻ പറ്റും. പക്ഷെ ഒരു മനുഷ്യൻ്റെ അക്സെപ്റ്റൻസ് അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അതിന് അനുകമ്പ, സ്നേഹം, മനുഷ്യത്വം ഇതൊക്കെ വേണം. അതില്ലാത്ത ആൾക്കാരുടെ അടുത്തായി പോയി അൺഫോർച്ചുനേറ്റ്ലി പോയി പെട്ടത് എന്നതിൽ റിഗ്രറ്റ് ഉണ്ട്.
പക്ഷെ എനിക്കാണെങ്കിൽ എൻ്റെ നഷ്ടമാണ്, ഒരു വർഷം നഷ്ടപ്പെടുന്നു. ഇനി ഇവിടെ നിർത്തി വേറെ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തീരാ നഷ്ടമല്ല. എൻ്റെ ഒരു വർഷക്കാലമാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോൾ പോയി ജോലി കിട്ടാനാ, എപ്പോൾ പോയി പഠിത്തം കംപ്ലീറ്റ് ചെയ്യാനാ. അപ്പോൾ അത് വലിയൊരു ആശങ്കയാണ്. ജീവിതം തന്നെ വലിയൊരു ആശങ്കയായി മാറുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കോൾ ഔട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളെ ഷെയിം ചെയ്യും. വിക്ടിം ഷെയിമിങ് ആണ് ഏറ്റവും സഹിക്കാൻ പറ്റാത്തത്. നമ്മളൊരു വിക്ടിമായിട്ട് നമ്മളതിനെ കോൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് കളിയാക്കും. ഓഫ് കോഴ്സ് എല്ലാവരും നിന്ന് പരിഹസിച്ചാൽ നീയൊക്കെ കിടന്ന് കളിക്ക്, നീയൊക്കെ കിടന്ന് കാര്യം, എത്രയൊക്കെ മീഡിയയിൽ വന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ തീരുമാനിക്കണം നീ ഇവിടെ പഠിക്കണോ വേണ്ടയോ, നീ ഇവിടെ എക്സിസ്റ്റ് ചെയ്യണോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടാണ്ട് എത്ര കാലം നീ കിടന്ന് ആക്ടിവിസം കാണിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള അധ്യാപകരാണല്ലേ പറഞ്ഞത്. അധ്യാപകർ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, കാരണം അവരൊക്കെ ഭയങ്കര സോഷ്യൽ ക്യാപിറ്റൽ ഭയങ്കരമായിട്ടുള്ള ആൾക്കാരാണ്. ഡിഫേമേഷന് വരെ പോകുമോ എന്നുള്ള ഭയമാണ്. ഇവിടെ ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് ജീവിക്കുന്ന ട്രാൻസ്ജെൻഡർ മനുഷ്യന്മാരിൽ ഒരാളാണ് ഞാൻ. അപ്പം വീട്ടിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാത്ത, ബാക്കിയുള്ളത് ജീവിക്കാൻ തന്നെ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഇനി എങ്ങനെ എന്ത് ജീവിതം എന്നുള്ള സ്വപ്നങ്ങളൊക്കെ വെടിയുന്ന അവസ്ഥയല്ല. അപ്പോൾ എന്തെന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ആരാണെന്ന് കോൾ ഔട്ട് ചെയ്യാൻ പോലും പേടിയാണ്. നമ്മൾ കൃത്യമായിട്ട് ഓരോരുത്തർ പറയുമ്പോൾ അവിടെ ട്രാൻസ്ജെൻഡർ മനുഷ്യനല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ കലയുക, കുറച്ചൊക്കെ കിടന്ന് കരയുക എന്നുള്ള മൈൻഡാണ് എല്ലാവർക്കും. അവരങ്ങനെയാണ്. ഈ കൂടെ പഠിക്കുന്ന പിള്ളേരും ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, ഫ്രണ്ട്സ് ആയിട്ടുള്ള 8 പേരുണ്ട്. അതിൽ 5 പേരാണ് ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ടുവന്ന് ഈ 3 പേര് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അവരെന്തോ ഒരു ഏതൊക്കെ രീതിയിൽ എന്തോ ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവര്? അല്ല, ഇവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിലും ശരി, അത് കമ്മ്യൂണിക്കേഷൻ വന്നപ്പോൾ തന്നെ അത് ഒരു പരിധി വരെ ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. എനിക്ക് മനസ്സമാധാനത്തോടെ പഠിക്കണം എന്ന് മാത്രമേ എൻ്റെ ആവശ്യമുള്ളൂ. എനിക്ക് നിങ്ങൾ എന്നെ കൂട്ടുകൂടണമെന്നോ, നിങ്ങൾ പോകുന്ന ട്രിപ്പിൽ എന്നെ ആഡ് ചെയ്യണമെന്നോ, നിങ്ങൾ മദ്യപിക്കുന്ന പാർട്ടിയിൽ എന്നെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണമെന്നോ ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഒരു ക്ലാസ് റൂമിൽ എനിക്ക് ഈക്വലി ഇരുന്ന് സമാധാനത്തോടെ ഇരുന്ന് പഠിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ആ കുട്ടികൾ ഓക്കെ ആയിട്ടുണ്ട്. കുട്ടികളും ഈ പറഞ്ഞ പോലെ വില്ലിങ് ആണ്. ബട്ട് സ്റ്റിൽ അവരുടെ ഭാഗത്തു നിന്ന് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായത് തന്നെയാണ്. അത് ഞാനെന്ന മനുഷ്യന് ആജീവനാന്തം ട്രോമ തന്നെയാണ്. കോളേജിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും ഏറ്റവും സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം ബെസ്റ്റ് ആക്ട്രസ് കിട്ടുന്ന സമയത്ത് സ്പെഷ്യൽ ജൂറി എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഫസ്റ്റ് കോള് വരുന്നത് എനിക്ക് സെന്റ് തെരേസാസിൽ സ്റ്റുഡൻസ് വിളിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ അവിടുത്തെ പ്രിൻസിപ്പാളാണ് വിഷ് ചെയ്യുന്നത്, കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ കൂടെയുള്ളവരിൽ പലരും വിഷ് ചെയ്യുന്നതും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതും. ഇപ്പം ഇങ്ങനെ ഒരു ക്രൈസിസ് നടക്കുന്നു, വലിയ പ്രശ്നം നടക്കുന്നു, പഠനം നിർത്തി പോകാൻ നിന്നെടുത്ത് ഒരു കുട്ടി അച്ചീവ്മെന്റ് നേടിയിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് പോലും കാണിക്കാത്തത് ഭയങ്കര സങ്കടം ഉള്ളൊരവസ്ഥയാണ്. നമുക്ക് ഈ അവകാശങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ബേസിക്കായിട്ട് ഈക്വൽ സ്പേസിൽ സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഇരുന്ന് കാര്യങ്ങളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു കൺസിഡറേഷനാണ് വേണ്ടത്. അതില്ലാത്തടത്തോളം കാലം വീണ്ടും ഫൈറ്റ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു രീതിയിൽ ഇതിനെ വഴിക്ക് അടുപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നമായിട്ട് അടുത്ത ആൾക്കാർ വരും. വൈ മീ? അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്ത്, ആ കോളേജിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേറെ കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്, അവർക്കൊന്നും നേരിടേണ്ടി വരാത്ത പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വരുന്നത് എന്തൊരു ഗതികെട്ടൊരവസ്ഥയാണ്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇത് എനിക്ക് മാത്രം. അപ്പം ഞാൻ അത് പഠിക്കാൻ അവകാശമില്ലേ? ഞാൻ പഠിക്കുന്ന അത്യാഗ്രഹമാണോ? പഠിക്കാൻ വേണ്ടി ചെന്നത് അഹങ്കാരമാണോ? അങ്ങനെയാണ് ഞാൻ ക്വിറ്റ് ചെയ്യണോ? അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് പോവും. നമുക്ക് ഈ പറഞ്ഞ പോലെ ആരും ഇല്ലല്ലോ, വീട്ടുകാരോ നാട്ടുകാരോ ആരും ഇല്ല. നമുക്ക് കുറച്ച് കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരുണ്ട് ചേർത്ത് പിടിക്കാൻ, അല്ലാണ്ട് വേറെ ആരും നമ്മളെ അങ്ങ് അടുപ്പിക്കില്ല. അതൊരു ഈ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ്. അതില്ലാത്തോണ്ടാണോ ഈ ഹേദിയുടെ? അത് അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ ഒന്നുമില്ല, എൻ്റെ ഫാമിലിയിൽ ഇത്തിരി എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ചോദിക്കാൻ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരൊന്ന് മിണ്ടാതിരുന്നേനെ. അതില്ല, അത് കോൺഫിഡൻസ് ആണ്. ആരും ചോദിക്കാൻ വരില്ല. ആര് ചോദിക്കാൻ, എന്ത് ചോദിക്കാൻ? പിന്നെ അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ ക്യാപിറ്റലുള്ള ആൾക്കാരും പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർ, എക്കണോമിക്കലി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ ഒന്നും പറയാനില്ല. ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടോ? ദേഹോപദ്രവം സ്ത്രീ ആയതുകൊണ്ട് ഒരു പക്ഷെ ഭയന്നിട്ടായിരിക്കാം. പക്ഷെ ദേഹോപദ്രവത്തെക്കാൾ മുറിവേൽപ്പിക്കുന്ന രീതിയിലാണ് അവർ എന്നെ വെർബൽ അബ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ രീതിയിൽ? എനിക്ക് പറയുന്നതിനൊക്കെ ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ട്. ഈ ഓപ്പൺ സ്പേസിൽ വന്നിട്ട് അത്രയും ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ബാക്ക് ബിച്ച് ചെയ്തിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്.
എന്നെ കളിയാക്കുക എന്ന ഉദ്ദേശത്തിൽ ഈ പറഞ്ഞ ഇപ്പം ആന്റി LGBT മൂവ്മെന്റ് നടത്തുന്നുണ്ടല്ലോ പാരലലി. LGBT മനുഷ്യന്മാരെ തുരത്തി ഓടിക്കണം എന്ന വാദത്തോട് കൂടിയിട്ട് നടത്തുന്ന അതിൽ അവർ യൂസ് ചെയ്യുന്ന മീമും ട്രോളും ഒക്കെ എടുത്തിട്ട് എന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അതൊക്കെ ആന്റി LGBT മൂവ്മെന്റിന്റെ ആൾക്കാർക്കെങ്കിലും കുറച്ചെങ്കിലും ഒരു ദയയും ദാക്ഷിണ്യമൊക്കെ പിന്നെയുണ്ട്. ഒരു മാനുഷിക പരിഗണന എവിടേക്കോ അവർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് അതുപോലും ഇല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നത് എൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഇത് പെൺകുട്ടികളാണോ കൂടുതലും പ്രശ്നക്കാർ, അതോ ആൺകുട്ടികളാണോ? എനിക്ക് രണ്ടുപേരും സിസ്ജെൻഡർ ഹെട്രോ മനുഷ്യന്മാർ തന്നെയാണ്. പുരുഷനും സ്ത്രീയും തന്നെയാണ് ഉപദ്രവിക്കാനുണ്ടായിട്ടുള്ളത്. ഒരു ട്രാൻസ് വ്യക്തിനെ ഉപദ്രവത്തിന് കണ്ടിട്ടില്ല. എസ്പെഷ്യലി ട്രാൻസ് വുമൺ എന്തായാലും, ട്രാൻസെക്ഷൽ വുമൺ എന്തായാലും ഉപദ്രവിക്കാൻ ഉണ്ടായിട്ടില്ല. ഈ പിന്നെ വേറെ കേസ് അച്ഛൻ ഇപ്പോൾ ആരും ചോദിക്കാൻ വരില്ല എന്ന് പറഞ്ഞല്ലോ. എന്നിട്ടും ഹീദിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നല്ല ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിൽ ആരാണ് ഹീദിക്ക് വേണ്ടി കോളേജിൽ വന്ന് വാദിക്കുകയൊക്കെ ചെയ്തത്? ഗായത്രിയാണ് എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഗാർഡിയനായിട്ട് വന്നോ? ഗാർഡിയനായിട്ട്. അപ്പൊ നമ്മളെ സിലബസിൽ തന്നെ, ഞങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിലെ സിലബസിൽ തന്നെ പറയുന്നുണ്ട് ട്രാൻസിന്റെ ചോസൻ ഫാമിലിനെ കുറിച്ചിട്ടും ആ കൾച്ചറിനെ കുറിച്ചും ഒക്കെ വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഗാർഡിയനായിട്ട് ഞാൻ രഞ്ജിമാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മകളാണ്. ആ വ്യക്തിയുടെ മറ്റൊരു മകളാണ് ദയാ ഗായത്രി. അപ്പൊ എന്റെ കൂടെ താമസിക്കുന്ന ദയാ ഗായത്രിയാണ്. ഞാൻ ആ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് വീക്കെൻഡ്സിൽ വരുമ്പോൾ താമസിക്കുന്നത് ദയാ ഗായത്രിയുടെ കൂടെയാണ്. അപ്പൊ ഇവരെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. സംസാരിക്കുന്ന സമയത്ത് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യാം, ഇതിന്റെ കൂടെ നിൽക്കാം എന്നൊക്കെ പറയും. പിന്നീട് അറിയാൻ സാധിച്ചത് ഈ ദയാഗായത്രി വന്ന് സംസാരിച്ചത് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആണ് എന്നുള്ള രീതിയിൽ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് പരത്തുന്ന അവസ്ഥ. പിന്നീട് ആ വ്യക്തികൾ വന്നിട്ട് ദയാഗായത്രിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നീയൊക്കെ അല്ലാണ്ട് വേറെ ആരെങ്കിലും പോവോ, നീ പോയി സംസാരിച്ചുകൊണ്ടാണ് അവർക്ക് വീണ്ടും പ്രശ്നം കൂടിയത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഏത് കോളേജിലുള്ള പിള്ളേരാണോ അതോ കൂട്ടത്തിലുള്ളവരാണോ? കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു നെഗറ്റീവ് മെസ്സേജ് സ്പ്രെഡ് ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരുടെ അടുത്തേക്ക്. ഇപ്പൊ ദയാഗായത്രി വന്ന് സംസാരിച്ചെങ്കിൽ ആരുടെ അടുത്താണോ അപ്പൊ വന്ന് സംസാരിച്ചത്, ദയാഗായത്രിയുടെ സംസാരത്തെ ഇഷ്ടപ്പെടാത്ത വ്യക്തി ദയാഗായത്രിയോട് ഡയറക്റ്റ് പറയാണ്ട് ദയാഗായത്രീനെ അറിയുന്ന കമ്മ്യൂണിറ്റിയുള്ള മറ്റു വ്യക്തികളുടെ അടുത്ത് ഇവരെന്നെ വിചാരിച്ചു വെച്ചിരിക്കുന്ന ചില ലീഡേഴ്സ് ഉണ്ട്, അപ്പൊ അവരുടെ അടുത്തേക്ക് പോയിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരു രീതിയും പരഗതിയില്ലാണ്ട് ജീവിക്കുന്ന ട്രാൻസ്ജെൻഡർ മനുഷ്യന്മാരാണ്. ഇവരെ ഇങ്ങനെ ഇട്ട് എന്താ പറയാ, മുട്ടനാടിനെ തമ്മിലടിപ്പിച്ചിട്ട് ചെന്നായ കാണിക്കുന്ന സ്വഭാവം കാണിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? മൊത്തത്തിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു സ്പേസും തരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളടത്ത് ഇനി ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഭയങ്കര ചാലഞ്ചിങ് ആണ്. എൻ്റെ ജീവനെന്റെ ഭീഷണിയാണ്. ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് മരിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു റീസൺ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ തന്നെയായിരിക്കും. മുന്നേ ഒരു ട്രാൻസ് മനുഷ്യനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലല്ല, ട്രാൻസ്മാൻ ആയിട്ടുള്ള ഒരാള് ഇതേപോലെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് അവിടുന്ന് ബുദ്ധിമുട്ടായി. അത് കഴിഞ്ഞ് വന്ന് വേറെ കോളേജിൽ അഡ്മിഷൻ എടുത്തു. അവിടുന്ന് ഇതേപോലെ പഠിക്കാനോ ഇതിനുള്ള സാഹചര്യം ഇല്ലാത്ത ഈ കുട്ടികൾ ഒരുക്കി കൊടുക്കാത്ത അവസ്ഥ കാരണം, ഡിസ്ക്രിമിനേഷൻ കാരണം കുട്ടി ക്വിറ്റ് ചെയ്ത് പോയി. പിന്നെ ജോലിയൊക്കെ ചെയ്ത് സർജറിയൊക്കെ ചെയ്ത് ജീവിച്ചു. ഒരു ലൈഫിലൊരു പോയിന്റ് എത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ ഫൈറ്റ് ചെയ്യുന്ന എന്തിനെന്നുള്ള ചോദ്യം വന്നപ്പോൾ ആ വ്യക്തി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതേ കേരളത്തില്. മരിക്കുന്ന സാഹചര്യത്തില് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ കിട്ടുന്ന സഹതാപവും അപ്പൊ കിട്ടുന്നതും ഒരു ഇൻവാലിഡ് ആയിട്ടുള്ളതാണ്. ആ വ്യക്തിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചൂഷണമാണ്. അതുവരെ അവര് വിഷമങ്ങൾ പറയുമ്പോൾ അതിന് കേൾക്കാൻ പോലും നോക്കാതെ, അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ പോലും ശ്രമിക്കാതെ കിടന്ന് ഫൈറ്റ് ചെയ്യട്ടെ, നിങ്ങളൊക്കെ എത്രത്തോളം കുറയ്ക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ, ഒരു ഹെജിമോണിക് ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഫീലിങ്സ് പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ ഇന്റർവ്യൂ തന്ന് ഇതിൽ സംസാരിക്കുന്നതിന് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടായിരിക്കും നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ ഞാൻ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാൻ എന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര എന്തോ ഭീകര ആള് വരുന്നു. അപ്പം ഇങ്ങനെ അതിനൊന്നും വേണ്ടിയിട്ടല്ല നമ്മൾ പഠിക്കാൻ ചെല്ലുന്നത്. നമ്മൾ ഭീകരമായിട്ട് നമ്മളെ തുറിച്ചുനോട്ടങ്ങൾ കിട്ടണമെങ്കിൽ നമുക്ക് കടയിൽ മാർക്കറ്റിൽ പോയി 1 കിലോ പഞ്ചസാര 1 കിലോ സവാള മേടിക്കാൻ ചെന്നാൽ മതി. ഭീകരമായ പല നോട്ടങ്ങളും കളിയാക്കലും ഒക്കെ കിട്ടും. അവർക്കൊക്കെ പിന്നെയും ഒരു കൺസിഡറേഷനും ഒരു അലിവും ഉണ്ടാവും. പക്ഷേ ഈ എഡ്യൂക്കേറ്റഡ് ആണെന്ന് വാദിക്കുന്ന ആൾക്കാരുടെ അടുത്ത്, സ്വയം ആക്ടിവിസ്റ്റ് ആണ്, സ്വയം ഈക്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഫെമിനിസ്റ്റ് ആണ് എന്നൊക്കെ പറയുന്ന മനുഷ്യന്മാരുടെ അടുത്ത് നിന്ന് ഡിസ്ക്രിമിനേഷൻ കിട്ടുമ്പോൾ ആണ് ഈ പ്രശ്നം വരുന്നത്. അവരുടെ കപടമുഖമാണെന്ന് പലപ്പോഴും ഭയങ്കര അവരൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞ് മാസങ്ങളോളം വെയിറ്റ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കിട്ടുന്നതും ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ കിട്ടുന്നതും രണ്ടും രണ്ടാണ്. വളരെ ചെറിയൊരു പ്രശ്നമായിരിക്കാം,
അത് മാസങ്ങൾക്ക് ശേഷം അതിനൊരു ഓക്കെ ഇങ്ങനെ ഒരു സംഭവം അന്നുണ്ടായെന്ന് പറയുന്നു, എന്താണ് അതിന്റെ ഹിയറിംഗ്, എന്താണ് അതിൻ്റെ ഇതെന്ന് ചോദിക്കുന്നതും ഒരു ഡീൻ്റെ ഓഫീസിൽ ഒരു 1-on-1 കോൺവെർസേഷനിൽ തീർക്കാവുന്ന പ്രശ്നത്തെ ഗ്രഡ്ജസ് വെച്ച് പുലർത്തിക്കൊണ്ട് ശത്രുത കൂട്ടിക്കൊണ്ട് അതിനെ അങ്ങനെ മുട്ടനാടിനെ തമ്മിലടിപ്പിക്കുന്ന സ്വഭാവം വളരെ ബാഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ജീവനിൽ കൊതിയുള്ള ട്രാൻസെക്ഷൽ മനുഷ്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ പോവരുത്. ഞാനോ പോയി പെട്ടുപോയി. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത് എൻ്റെ ജീവിതം തന്നെ വലിയ അവതാളത്തിലാണ്. എത്ര ദിവസം ജീവിച്ചിരിക്കുന്ന പോലും എനിക്കൊരു ഉറപ്പില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് വേണമെങ്കിലും എനിക്ക് സംഭവിക്കാവുന്ന സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല അവിടെ ഞാൻ ആസ് എ പേഴ്സൺ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നത് അവിടെ സർവൈവൽ ഇല്ല. നമ്മൾ ഫൈറ്റ് ചെയ്യണം. അതിനുള്ള എനർജി നമുക്ക് ഹോർമോൺസ് എടുക്കുന്ന മനുഷ്യന്മാരാണ്, സർജറികൾ ചെയ്യുന്ന മനുഷ്യന്മാരാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിലും കൂടെ അല്ല, ഒരു 7-8 പേര് താമസിക്കുന്ന റൂമിൽ വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പോട്ടെ, പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഒക്കെ ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം, ബാക്കിയുള്ള കുട്ടികൾ ചെയ്യുന്നുണ്ടല്ലോ, നമ്മളെന്ത് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ളിടത്താണ് നമ്മൾ ഈ ഒറ്റപ്പെടുത്തലും കളിയാക്കലും ഡിസ്ക്രിമിനേഷനും ഒക്കെ നേരിടുന്നത്. ഇതിനെ കോൾ ഔട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആൾക്കാർ കളിയാക്കി നോക്കുന്നു, അത് നമ്മൾ വേറെ സൈഡിൽ കാണണം. നമ്മളിത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന കളിയാക്കുന്ന കമൻറ്റ്, പരിഹസിക്കുന്ന കമൻറ്റ്, ഇതൊക്കെ നമ്മളെ മെൻ്റലി ബാധിക്കുകയാണ്. സോ എനിക്ക് ഒരു വർഷം നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. ഇനി അങ്ങോട്ട് ജീവിക്കണമെങ്കിൽ ഒന്നുകിൽ കിട്ടിയെന്നാണ് ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷെ അവസാനത്തെ ഒരു ഹോപ്പിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും, അതും ഇല്ലെങ്കിൽ ക്വിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കോളേജിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കരയാറുണ്ടല്ലേ? ആരോടും പറയാ അതേ ഉള്ളൂ. ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞു മടുത്തു. എത്ര ദിവസം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരയും? ഞാനൊരു മനുഷ്യനല്ലേ, എനിക്കും ഒന്ന് സമാധാനത്തിലിരിക്കാനുള്ള അവകാശമില്ലേ? എത്രയെന്ന് വെച്ചിട്ട് ഒരു ലിമിറ്റില്ല. ഞാൻ അവിടെ സന്തോഷിച്ചതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത്. പിന്നെ എന്നും കരയുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആകുമ്പോൾ ആൾക്കാർക്ക് പോസിറ്റീവ് കണ്ടന്റ്സ് ആണ് കൊടുക്കുന്നത്. സന്തോഷത്തിന്റെ വകുപ്പ് കണ്ടെത്തി അതാവും നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ കരയുന്ന സമയത്ത് ഇത്ര ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ചിരിച്ചു കളിച്ച് നടന്നിരുന്നാണല്ലോ. ചിരിച്ചു കളിച്ച് നടക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നല്ല നമുക്ക് ഈ പ്രശ്നം. നമ്മൾ പോർട്രേ ചെയ്യുന്ന ചിരിപ്പിക്കുന്ന ആൾക്കാരുടെ അടുത്തല്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടെ ഉണ്ട്, സങ്കടം തരുന്ന ഒരു ആൾക്കാരുണ്ട്. ആ ആൾക്കാർ നമ്മളെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൊല്ലാൻ ശ്രമിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ്.